വെൽക്കം ടു ജോ മൂവി വേൾഡ്. പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടു. ഒരു പക്ക കൂൾ ഫാമിലി ഡ്രാമ. നവാഗതനായിട്ടുള്ള ബിൻഡോ സ്റ്റീഫന് ഷാരിസ് മുഹമ്മദിന്റെ സ്ക്രിപ്റ്റിൽ എടുത്ത പടമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ലിസ്റ്റിൻ സ്റ്റീഫനാണ് അതിന് പ്രൊഡ്യൂസർ. കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ മിസ് ചെയ്തിരുന്ന ദിലീപേട്ടന്റെ കുറെ മൊമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഏരിയയിലുള്ള മൊമെന്റ്സ്, ഫണ്ണാണെങ്കിലും ഇമോഷൻ സീൻസ് ആണെങ്കിലും അങ്ങനെ എല്ലാ ഒരു ചേരുവകൾ ചേർന്നിട്ടുള്ള ഒരു മൂപ്പരുടെ ഒരു പടം കിട്ടിയിട്ട് കുറച്ച് കാലമായി. അത് ഇതില് വളരെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതെന്ന് പറയുന്നത് ഇതിന്റെ കഥയുടെ ഒരു ചെറിയൊരു സിനോപ്സിസ് പറയാനാണെങ്കിൽ, കുറച്ച് പ്രായമായിട്ടും കല്യാണം കഴിക്കാത്ത പ്രിൻസ് എന്ന കഥാപാത്രമായിട്ടാണ് ദിലീപേട്ടൻ ഇതിൽ വരുന്നത്. മൂപ്പരുടെ അനിയന്മാരൊക്കെ നേരത്തെ ചെറുപ്പത്തിൽ ഇതിനങ്ങോട്ട് വളരെ നേരത്തെ തന്നെ കല്യാണം കഴിച്ച് അവർക്ക് ഫാമിലിക്ക്. അപ്പൊ അതിനിടയിൽ നിൽക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ് പ്രിൻസ്. പ്രിൻസിനൊരു ഒരു ബ്രൈഡൽ ബോട്ടിക്കാണ്, അതായത് കല്യാണത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു ഇതാണ് മൂപ്പർക്കുള്ളത്. അപ്പൊ അതിനോട് ചുറ്റിപ്പറ്റിയിട്ട് മൂപ്പർക്ക് ഇതുവരെ പെണ്ണ് സെറ്റ് ആയിട്ടില്ല, പക്ഷെ അനിയന്മാർക്ക് സെറ്റ് ആവുകയും ചെയ്തു. അങ്ങനെയാണ് ഇതിന്റെ ഒരു കഥ തുടങ്ങുന്നത്. പിന്നീട് മൂപ്പരുടെ ജീവിതത്തിലേക്ക് ചില സ്ത്രീ കഥാപാത്രങ്ങൾ കടന്നു വരുന്നു. അങ്ങനെ കഥയിൽ കുറെ ഷിഫ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടാവും. അങ്ങനെയാണ് ഈ കഥയുടെ പോക്ക്. ഇതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മെസ്സേജ് ഇവർ തരുന്നുണ്ട്. അത് വളരെയധികം ഇമ്പാക്ട്ഫുൾ ആണ്. ഇന്ന് എന്താണ് നടക്കുന്നത്, ഈ ഓൺലൈൻ മീഡിയ ആയാലും സോഷ്യൽ മീഡിയ ആയാലും എന്താണ് അവിടെ നടക്കുന്നത്, അതൊക്കെ വളരെയധികം അതിന്റെ ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് എഫക്റ്റ്, അല്ലെങ്കിൽ അത് എത്രത്തോളം സൊസൈറ്റീനും ഫാമിലിനൊക്കെ ബാധിക്കുന്നു, അതുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നർമ്മത്തിലും ഇമോഷണലിയും ആണ് ഈ പടം പറഞ്ഞു പോകുന്നത്. അത് വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് ചില സീൻസ് ഒക്കെ വളരെ ടച്ചിങ് ആയിരുന്നു. ഇതിൽ ഇനി എടുത്തു പറയാൻ കുറെ കഥാപാത്രങ്ങളുണ്ട്. ഇതില് മഞ്ജുപിള്ളയുടെ കഥാപാത്രം വളരെ എന്താ പറയാ, ആ ഒരു കഥാപാത്രത്തിന് ഇതിൽ വളരെ ഒരു പ്രാധാന്യമുണ്ട്. ആ കഥാപാത്രം ചെയ്യുന്ന ഒരു ഹോട്ടലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ്. പിന്നെ ഇതില് ബിന്ദു പണിക്കരും സിദ്ദിഖും ഒക്കെ ഉള്ള കോംബോ, അതാണ് പ്രിൻസ് ആയിട്ടുള്ള കഥാപാത്രത്തിന്റെ അച്ഛൻ റോൾ അമ്മ റോളായിട്ട് വരുന്നത്. അവരും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അവരുടെ കോമ്പിങ് കാണാൻ നല്ല രസമാണ്. ബിന്ദു പണിക്കർ നമുക്ക് അറിയണതാണ്. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ധ്യാൻ, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലും പുതിയ ആളാണുള്ളത്. സനൽ ദേവ് എന്നാണ് പുതിയ ആളുടെ പേര്. ആളുടെ ഒരു ഫസ്റ്റ് പടം എന്നുള്ള ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് തോന്നിക്കാത്ത രീതിയിലാണ് ആളും ചെയ്തിരിക്കുന്നത്. ചില ട്രാക്കൊക്കെ നല്ല ടച്ചിങ് ആണ്, നല്ല സൂത്തിങ് ആണെന്നൊക്കെ പറയില്ലേ. പിന്നെ ഇതിലൊരു പുതുമുഖമായിട്ട് ഒരു നായികനെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല. അത് നിങ്ങൾ പടം കാണുമ്പോഴാണ് ആ കഥാപാത്രം നിങ്ങൾ തിരിച്ചറിയുക. ഈ കഥാപാത്രത്തിന് വളരെയധികം സ്ട്രോങ് റോൾ ഈ പടത്തിലേക്ക് ചെയ്യാനുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ കഥാപാത്രത്തിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റാണിയ എന്നാണ് ആ പെണ്ണിന്റെ പേര്. അവള് നല്ല രീതിയിൽ തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലൊക്കെ നല്ലോണം സ്കോർ ചെയ്യുന്ന കുറെ സീൻസുകളൊക്കെ ഉണ്ട്. ഇനി മെയിൻ പെർഫോമർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ദിലീപേട്ടൻ തന്നെയാണ്. മൂപ്പർക്ക് ചില ഏരിയസ് ഉണ്ട്, മൂപ്പർക്ക് മാത്രം ചില അത് കണ്ട മനസ്സിലാവും. പ്രത്യേകിച്ച് ഇമോഷണൽ രംഗങ്ങളൊക്കെ മൂപ്പര് വളരെ അത്രയും സട്ടിലായിട്ട് വളരെ നൈസായിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യാന്ന് പറയില്ലേ, നമുക്കത് ഫീൽ ആവും. ആ ചില സീൻസ് ഒക്കെ മൂപ്പര് പെർഫോം ചെയ്യണുണ്ടായി. അപ്പൊ എനിക്ക് നല്ലൊരു ഫാമിലി പടം, അതായത് കണ്ട ഒരു ഫീലാണ് എനിക്ക് പടം കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള തിയേറ്ററിൽ കുടുംബസമേതം കൂട്ടുകാരുമായിട്ട് പോയിട്ട് പടം എൻജോയ് ചെയ്യുക.